ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു ഫാമിലി ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഒന്ന് ഓടിപ്പോയി റെഡി ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. വേദ ട്രാവൽ ഹബ്ബായിരുന്നു കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഞാൻ ബസ്സിൽ കയറി. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായി കാണും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. ഞാൻ പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തി. ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട്. ബ്ലൂ ലേക്ക് എന്നാണ് ബോട്ടിൻ്റെ പേര്. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് കേട്ടോ. ഒരുപാട് ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ലിവിങ് റൂമാണ്. ഒരുപാട് ബോട്ടുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുള്ള സമയമായിരുന്നു, സീസൺ സമയമായിരുന്നു. 5 ബെഡ്റൂം അടങ്ങുന്ന ഒരു ഹൗസ് ബോട്ടാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. നല്ലൊരു ഹോംലി ഫീൽ കിട്ടുന്ന ഒരു നല്ല സൗകര്യങ്ങളുള്ള ഒരു ഹൗസ് ബോട്ടായിരുന്നു. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടിയ ഒരു ഹൗസ് ബോട്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ടായിരുന്നു. സീസൺ സമയമായതുകൊണ്ടും വെക്കേഷൻ സമയമായതുകൊണ്ടും നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് റണ്ണിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഹൗസ് ബോട്ടിൽ. ഫസ്റ്റ് ഫ്ലോർ കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഡൈനിങ് റൂമാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സ് തന്ന ഗ്ലാസ്സാണ്. ഇത് നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിലുള്ള കാഴ്ചകളാണ്. ഇത് ഇപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഈ വേമ്പനാട് കായലിനെ ഒരുപാട് ബ്ലോക്കായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൽ സി ബ്ലോക്ക് എന്ന് പറയുന്ന അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കായലിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സിനിമകളും പാട്ടുകളും ഒക്കെ ഓർമ്മ വന്നു കേട്ടോ. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് തന്നെ ഇവിടെ അഭിയേട്ടൻ താഴെ നമ്മളുടെ ബോട്ടിൻ്റെ ഡ്രൈവറായിരുന്നു. അത് മേടിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ആൾ ഡ്രൈവ് ചെയ്യുകയാണ്. ആ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ഡ്രൈവ് ചെയ്യുകയാണ്. ബോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ, നിർത്തിയിട്ടേക്കുമല്ല. അങ്ങനെ കുറച്ച് നേരം പുള്ളിക്കാരൻ അതിനകത്തായിരുന്നു. അന്നത്തെ ആ ഒരു ഡേയ്സ് ഫുള്ളും നമുക്ക് ആ ബോട്ടിൽ ഫുൾ ഫ്രീഡം ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ സി ബ്ലോക്ക് കഴിയാറായി. അപ്പോൾ വേമ്പനാട് കായലിൽ എത്താറായി കേട്ടോ. അങ്ങനെ നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ എൻ്റർടൈൻ ചെയ്യാനൊക്കെ ഒരുപാട് സമയം കിട്ടി കേട്ടോ. ഇവിടെ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങളെല്ലാം ഡാൻസ് ചെയ്തു. അപ്പം കുറേ സമയം ഞങ്ങൾക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേമ്പനാട് കായലിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് പറയാം, നമ്മുടെ ഹൗസ് ബോട്ടിന് ചുറ്റും ചെറിയ സ്പീഡ് ബോട്ടുകൾ ഇങ്ങനെ വരുന്നത് കണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാ ഹൗസ് ബോട്ടിന് ചുറ്റും ഈ സ്പീഡ് ബോട്ടുകൾ വരുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഹൗസ് ബോട്ടിൽ വരുന്ന ഗസ്റ്റുകളെ സ്പീഡ് ബോട്ടിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി റൈഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ബോട്ടിന് ചുറ്റും ഈ സ്പീഡ് ബോട്ട് വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സ്പീഡ് ബോട്ടിലുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. അത്ര അടിപൊളിയായിരുന്നു. എനിക്ക് വെള്ളത്തിലൊക്കെ പോകുന്ന ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ പോലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എന്താ അവിടെ സംഭവിച്ചതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഞാൻ ഫോണൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. ഇത് ഞാൻ ഹൗസ് ബോട്ടിൽ എൻ്റെ ഫോൺ ഒരാളുടെ കൊടുത്തിട്ടാണ് പോയത്. ഇത് നമ്മുടെ കായലിൽ കൊണ്ടുവന്നിട്ട് ബോട്ടിൽ ഒരുപാട് റൈഡ് ചെയ്യും കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവറാണ് നമ്മുടെ എല്ലാ സ്പീഡ് ബോട്ടിലും ഉള്ളത്. അപ്പോൾ അവരിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ ചേട്ടൻ നമ്മുടെ ഹൗസ് ബോട്ടിന് ചുറ്റും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കുമായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കാന്നല്ലാതെ ഒന്നും പറ്റത്തില്ല. ആകെ ഫുള്ള് ഞാൻ നനഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം എനിക്ക് വെള്ളത്തിലിങ്ങനെ ട്രാവൽ ചെയ്യുന്നുള്ള പേടി കുറേയൊക്കെ പോയി കിട്ടി. അടിപൊളിയായിരുന്നു. നന്നായിട്ട് ഞാൻ നനഞ്ഞു കുളിച്ച് മേക്കപ്പൊക്കെ ഏറെക്കുറെ എല്ലാം പോയി. അങ്ങനെ ഞങ്ങളുടെ ഹൗസ് ബോട്ട് ഒരു ഷോപ്പിൻ്റെ അടുത്ത് നിർത്തി കേട്ടോ. കുറച്ച് പേരൊക്കെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. ഞാൻ വെളിയിൽ ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ. അവിടെ ആയിട്ടാണ് ഒരു ഷോപ്പ്. അപ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി, അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, പപ്പടം, ഒരു കരിമീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ മെനു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയായിരുന്നു കേട്ടോ. ഉറങ്ങി എഴുതിച്ച് വന്നപ്പോൾ നമുക്ക് ചായയും പഴംപൊരിയും ആയിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മുടെ അന്നത്തെ ഹൗസ് ബോട്ടിൻ്റെ സമയം കഴിയാറായി. 11 to 4, 5:30 വരെ ആയിരുന്നു കേട്ടോ ടൈം.
അങ്ങനെ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് നമ്മളെ കൊണ്ട് ഇറക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. അവിടെ തന്നെ ഹൗസ് ബോട്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അവിടെ നിന്ന് നേരെ പോകുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കായിരുന്നു. അങ്ങനെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ അടുത്തത് എത്തിയത്. ക്ഷേത്രത്തിൽ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നതുകൊണ്ട് കയറി തൊഴാനൊക്കെ പറ്റി. തൊഴുതിറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോയത് എടത്വ ചർച്ചിലേക്കായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് മെഴുതിരിയൊക്കെ കത്തിച്ച് അന്നത്തെ രാത്രി കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പള്ളിയിലായിരുന്നു അന്നത്തെ രാത്രിത്തെ ഫുഡൊക്കെ ഞങ്ങൾ അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ അവിടെ ക്രിസ്മസിനുണ്ടാക്കിയ പുൽക്കൂടൊക്കെ കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറേ സമയം അവിടെ ചിലവഴിച്ചു. അവിടെ നിന്നാണ് നമ്മൾ സെക്കൻഡ് ഡേയ്സിലെ ട്രിപ്പിന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.